ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായി രൂപീകരിച്ച ഫാൻ അഡ്വൈസറി ബോർഡിന്റെ ആദ്യ യോഗം കഴിഞ്ഞ ശനിയാഴ്ച ചേർന്നിരുന്നു. എല്ലാവരും ഇതിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിലാണ് പ്രൊജക്ട് KBFC സ്റ്റാർ ഇപ്പോൾ ക്ലബ്ബ് അവതരിപ്പിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി പുതുതായി കൊണ്ടുവന്ന ഒരു പ്രൊജക്ട് തന്നെയാണ് KBFC സ്റ്റാർ. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. 5 പോയിന്റുകളാണ് പ്രധാനമായും അവർ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം നേടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആ 5 പോയിന്റുകൾ പരിശോധിക്കാം. ഒന്നാമത്തെ പോയിന്റ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലോഗോയിൽ ഒരു സ്റ്റാർ ചേർക്കുക അഥവാ ആദ്യത്തെ കിരീടം നേടുക. രണ്ടാമത്തെ പോയിന്റ്, ഈ ഒരു സ്റ്റാർ മെന്റാലിറ്റി കളിക്കളത്തിൽ മാത്രമല്ല ക്ലബിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും വ്യാപിപ്പിക്കുക. മൂന്നാമത്തെ പോയിന്റ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാന്നിധ്യം എല്ലായിടത്തും വ്യാപിപ്പിക്കുക. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ വലുപ്പം അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. നാലാമത്തെ പോയിന്റ്, ഇന്ത്യയിലെ എല്ലാ ടോപ്പ് ലെവൽ ഫുട്ബോളിലും കേരള ബ്ലാസ്റ്റേഴ്സ് കോമ്പറ്റിറ്റീവ് ആയിരിക്കുക. എല്ലാ ഫുട്ബോളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കേരള ബ്ലാസ്റ്റേഴ്സ് കോമ്പറ്റിറ്റീവ് ആവുക എന്നതാണ് നാലാമത്തെ ലക്ഷ്യം. ഇനി അഞ്ചാമത്തേത്, AFC കോമ്പറ്റീഷനുകൾക്ക് യോഗ്യത നേടുക, ഏഷ്യയിലും സാന്നിധ്യം അറിയിക്കുക. അതായത് ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിലേക്ക് വരെ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക, അത്രയും മികച്ച രൂപത്തിലേക്ക് മാറുക എന്ന ഒരു ലക്ഷ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഇതാണ് പ്രൊജക്ട് KBFC സ്റ്റാർ വരുന്നത്. അതായത് ഒരു ക്ലബ്ബ് എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വളരുക, ക്ലബിന്റെ വലുപ്പം വർദ്ധിപ്പിക്കുക എന്നതൊക്കെയാണ് ഇപ്പോൾ ഇതിന്റെ ലക്ഷ്യം. ഏതായാലും ഒരു മികച്ച ആശയമാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എത്രത്തോളം ഇത് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.